കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. സി സിദ്ധുവേട്ടൻ. സി സിദ്ധുവേട്ടനല്ല, കെ സിദ്ധുവേട്ടൻ. കാരിക്കോത്ത് വീട്ടിൽ സഹദേവൻ മകൻ സിദ്ധാർത്ഥൻ. കണ്ണു ചിമ്മിയുള്ള പുഞ്ചിരിയോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും കുഞ്ഞൊരു ചമ്മലോടെ പെണ്ണ് മുഖം താഴ്ത്തി. മതിയട കാരിക്കോത്തെ സിദ്ധാർത്ഥ, ചുമ്മാ നിന്റെ വീട്ടുപേര് പറഞ്ഞ് എന്റെ കൊച്ചിനെ പേടിപ്പിക്കല്ലേ. അവളെ കുറച്ചും കൂടി തന്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് വിനോദ് സിദ്ധുവിനെ കളിയാക്കിയതും തനിക്കരികിൽ നിന്നും ഉണ്ടായ ആ നേർത്ത അകലം സൃഷ്ടിച്ചവനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ സിദ്ധു വിനുവിനെ നോക്കി. തന്നിലേക്ക് നീളുന്ന ചെറുക്കന്റെ ചെറഞ്ഞ മുഖം കണ്ടപ്പോൾ വിനു ഒരു പുഞ്ചിരിയോടെ കഴുക്കോൽ പാകിയിടമൊക്കെ നോക്കുന്ന പോലെ കണ്ണുകൾ പലയിടത്തും പായിച്ചു. സിദ്ധുവിന് ആമ്പലിനോടുള്ള ഇഷ്ടം അറിയുന്ന ഏക ഒരാളാണ് വിനോദ്. എപ്പോഴൊക്കെയോ അവളോടുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പാകപ്പേട് തോന്നിയ സംശയത്തിൽ നിന്നും കഴിഞ്ഞ തവണ വിനോദ് സിദ്ധുവിനെ പിടിച്ചു നിർത്തി കാര്യം തിരക്കി. ആദ്യമൊന്നും അങ്ങോട്ട് കാര്യങ്ങൾ സമ്മതിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിലും വിനോദിന്റെ ചോദ്യം ചെയ്യലിൽ എവിടെയൊക്കെയോ അവന് താളം തെറ്റി. അതിൽ പിടിച്ചു കയറി വിനോദ് കുടഞ്ഞതും അവന് സമ്മതിക്കാതെ തരമില്ലെന്നായി. കാലങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന ഇഷ്ടമാണെന്ന് സിദ്ധു ഏറ്റുപറഞ്ഞതും വിനോദ് ഞെട്ടിപ്പോയി. അടുത്ത മാസം മാത്രം 18 തികയുന്ന കൊച്ചിനോട് പണ്ടേയുള്ള ഇഷ്ടമോ? ചോദിച്ചതും സിദ്ധു അവനെ നോക്കി ചിരിച്ചു. ഒപ്പം കഴിഞ്ഞ ഒരു വർഷം കൊണ്ടവളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യവും അവൻ വിനോദിനോട് സത്യസന്ധമായി ഏറ്റുപറഞ്ഞു. കുടുംബത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നെങ്കിലും ആമ്പലൂനെ എല്ലാവർക്കും വലിയ കാര്യമാണ്. കാര്യം ഏറ്റവും ചെറുത് കുഞ്ഞുണ്ണിയും കിങ്ങിണിമോളുമായിരുന്നെങ്കിലും അതുപോലെ തന്നെയാണ് ആമ്പലുവും മറ്റുള്ളവർക്ക്. അങ്ങനെയുള്ള കുഞ്ഞാണ്, അനിയത്തിയാണ് എന്നൊക്കെ പൊത്തിപ്പിടിച്ച് നടക്കുന്നവന്റെ മുന്നിലാണ് അവളെ തനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരുത്തൻ വന്നു നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം തോന്നിയത് അവനോട് ദേഷ്യമാണ്. പെങ്ങളെ പോലെ കൊണ്ടു നടക്കുന്ന പെങ്കൊച്ചിനോട് പ്രേമം തോന്നിയവന്റെ കരണ്ട് തിട്ടൊന്ന് പൊട്ടിച്ചാണ് വിനോദ് കലി തീർത്തത്. പക്ഷെ തല്ലുകൊണ്ടിട്ടും തിരിച്ചൊരക്ഷരം പോലും പറയാതെ അവളെ എനിക്ക് എന്റെ ജീവനേക്കാളും ഇഷ്ടമാണെന്ന് പറയുന്നവനോട് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് അന്നേ വിനോദിന് മനസ്സിലായതാ. എന്നിട്ടും പലതും പറഞ്ഞവനെ പിന്തിരിപ്പിക്കാൻ വിനോദ് ശരിക്കും നോക്കി. കുടുംബത്തിലെ എല്ലാവരുടെയും കാര്യങ്ങൾ എണ്ണി എണ്ണി വിനോദ് വീണ്ടും വീണ്ടും സിദ്ധുവിനോട് പറഞ്ഞു. പ്രത്യേകിച്ച് സിദ്ധുവിന്റെ ചേച്ചിയുടെയും അമ്മയുടെയും സ്വഭാവം. സിദ്ധുവിനെ പോലെയും സഹദേവൻ മാമനെ പോലെയുമല്ല സ്മിത ചേച്ചിയുടെയും സവിത അപ്പച്ചിയുടെയും സ്വഭാവം. സിദ്ധുവും മാമനും ആൾക്കാരെയും പെരുമാറ്റത്തേക്കുമാണ് സ്നേഹിക്കുന്നെങ്കിൽ അപ്പച്ചിക്കും സ്മിതയ്ക്കും പൊന്നിനോടും പണ്ടത്തിനോടും വസ്തുവകകളോടുമാണ് താല്പര്യമേറെ. താല്പര്യമെന്ന് പറയുന്നതിലും അധികം ഭ്രമമാണ്. പണ്ടേ അവരുടെ സ്വഭാവം അറിയാമെങ്കിലും അത് കുറച്ചുകൂടി വ്യക്തമായത് ഉണ്ണിയുടെ പെങ്ങന്മാരുടെ അവളുടെയും അപ്പച്ചിയുടെയും പെരുമാറ്റത്തിലെ വ്യത്യാസം കണ്ടപ്പോഴാണ്. ഉണ്ണിയേട്ടന്റെ മൂത്ത പെങ്ങൾ ഗൾഫിലാണ്, ഒപ്പം പൂത്ത കാശും. അതുകൊണ്ട് അവരെന്ന് പറഞ്ഞാൽ സ്മിത ചേച്ചിക്ക് തേനും പാലും ഒഴുകും. അതേസമയം രണ്ടാമത്തെ ചേച്ചി നാട്ടിലെ അംഗനവാടി ടീച്ചറാണ്, ഭർത്താവ് ഓട്ടോ ഡ്രൈവറും. പോരെ, അവരെ കണ്ണിന് മുന്നേ കാണുന്നത് പോലും രണ്ടുപേർക്കും വലിയ പഥ്യമല്ല. അങ്ങനെയുള്ള ഒരിടത്തേക്ക് ആമ്പലൂനെ പോലെ ഒരു പെൺകുട്ടി, പ്രത്യേകിച്ചും മൂത്ത പെൺകൊച്ചിനെ അയച്ചതിനു ശേഷം അശോകമാമന്റെ കയ്യിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ പരിതാപകരമാണ്. അങ്ങനെയുള്ളപ്പോൾ അമ്മയും പെങ്ങളും കൂടി ലോകത്തെങ്ങും ഇല്ലാത്ത സ്ത്രീധനം വാങ്ങി കുടുംബത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മുതൽ ഇതുപോലെ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചാൽ അവർ സമ്മതിക്കുമോ? അതിപ്പോ എത്ര ചങ്കെന്ന് പറഞ്ഞാലും ആങ്ങളയുടെ മോളാണെന്ന് പറഞ്ഞാലും അപ്പച്ചി ഒന്നറയ്ക്കും. അതിനുമപ്പുറം ഭദ്രകാളിയായ പെങ്ങൾ തന്നെ മുന്നിൽ വന്ന് ഇവന്റെ തല കൊണ്ടുപോയാലും ആയി. അതൊക്കെ മനസ്സിൽ വെച്ച് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടും സിദ്ധു തന്റെ സ്റ്റാൻഡ് വിടുന്നില്ലെന്ന് കണ്ടാണ് വിനോദ് അവസാനം ഒരു പാതി സമ്മതം മൂളിയത്. അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിന്റെ പുറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കരുത് എന്നൊരു വാക്കും കൂടി അവൻ വാങ്ങിയിരുന്നു. അതിനൊപ്പം തന്നെ കല്യാണം ആലോചിക്കുകയാണെങ്കിൽ അവന്റെ പെങ്ങളും അമ്മയും പോയി നേരിട്ട് ചെറിയച്ഛനോട് പെണ്ണ് ചോദിച്ചാൽ മാത്രമേ ഈ കല്യാണം നടക്കൂ എന്ന് വിനോദ് തീർത്തു പറഞ്ഞിരുന്നു. ഒക്കെയും പാവം അന്ന് തല കുനിച്ച് സമ്മതിച്ചു. അറിഞ്ഞോ അറിയാതെയോ പോലും അവളെ സങ്കടപ്പെടുത്തില്ലെന്ന് വാക്കും കൊടുത്തിട്ടാണ് അന്നവർ പിരിഞ്ഞത്. അങ്ങനെ ആമ്പലുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അവൻ നാട്ടിൽ നിന്നും പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി ഗൾഫിൽ ജോലി നോക്കി പോയത്. എന്നെങ്കിലും അവളെ ചേർത്ത് പിടിക്കേണ്ടി വന്നാൽ ഒരു ഉറപ്പിനു വേണ്ടി ഒരു ജോലി. ആ ഒരു തീരുമാനം എടുത്ത ശേഷമാണ് വിനോദ് ഇന്ന് കാണും പോലെ ഒരല്പം കൂടി അയഞ്ഞത്. അതും പോരാതെ എന്നവൻ അവളെ പെണ്ണ് ചോദിച്ചു ചെന്നാലും ഒപ്പം നിന്നോളാം എന്നൊരു കരാറും ഈ വരവിൽ സിദ്ധു വിനോദിൽ നിന്നും ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ധൈര്യത്തിലാണ് ആളിപ്പോ വന്ന് ഇത്രയും ഒട്ടിയിരിക്കുന്നത്. അത്രയും നേരമായിട്ടും മറുപടിയൊന്നും കേൾക്കാഞ്ഞിട്ടാണ് ആമ്പൽ സിദ്ധുവിനെ നോക്കിയത്. അപ്പോ ഉണ്ട് സിദ്ധുവേട്ടൻ വിനോദേട്ടനെ നോക്കി ദഹിപ്പിക്കുന്നു.
കാര്യം എന്തെന്നറിയാൻ വേണ്ടി അവൾ രണ്ടുപേരെയും നോക്കിയതും വിനോദ് അവളെ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. എവിടേക്കാ ഏട്ടാ? അവൻ എഴുന്നേൽക്കുന്ന കണ്ടതും ഒപ്പം എഴുന്നേറ്റവൾ ചോദിച്ചു. ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരാം മോളെ. ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി കുളിച്ചതല്ലേ ഏട്ടാ? സംശയം പോലെ ആമ്പൽ ആങ്ങളെ നോക്കി. ബെസ്റ്റ്. അപ്പൊ അത് നിനക്കറിയില്ലേ? ഇവനും പാടത്ത് കിടക്കുന്ന ഇവന്റെ കാളയും ഒരുപോലെയാടി. രണ്ടിനെയും 24 മണിക്കൂറും വെള്ളത്തിൽ കൊണ്ടിട്ടാൽ അത്രയ്ക്കുമുണ്ട്. പയ്യനെയാണ് സിദ്ധു അത് പറഞ്ഞതെങ്കിലും അത് കേട്ടതും ആമ്പല് ചിരിച്ചെങ്കിൽ വിനോദ് പല്ല് കടിച്ചു പിടിച്ചു. വെള്ളത്തിൽ നിന്ന് കയറാത്തത് നിന്റെ കൊച്ചു നിൽക്കുന്നു, അല്ല ഞാൻ പറഞ്ഞു തരാമായിരുന്നു. ദേഷ്യത്തോടെ പല്ല് കടിച്ചു പിടിച്ച് നിൽക്കുന്നവനെ കണ്ട് ആമ്പലിന്റെ മുഖം മാറിയെങ്കിലും കുറച്ചു മുന്നേ സിദ്ധു പറഞ്ഞത് കേട്ടതിലുള്ള പുഞ്ചിരി അപ്പോഴും അവളിൽ എവിടേക്കോ മായാതെ നിൽപ്പുണ്ടായിരുന്നു. മോളിരുന്നോ, ഏട്ടൻ ഇപ്പോ വരാം. ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ മറക്കാതെ തരുന്നുണ്ട് കേട്ടോടാ. ആമ്പലിനെ നോക്കി തലയാട്ടി പറയുന്നതിനൊപ്പം സിദ്ധുവിന്റെ നട്ടപ്പുറത്ത് ഒരടി കൊടുത്തുകൊണ്ടാണ് അവൻ ബാക്കി പറഞ്ഞു നിർത്തിയത്. ആവൂ, എന്റെ നടു! പണിയെടുക്കുന്ന കൈകൊണ്ട് കിട്ടിയതിൽ സിദ്ധുവിന്റെ പുറം ഭാഗം പൊളിഞ്ഞുപോയി. ചെക്കൻ ഇരുന്ന ഇരിപ്പിൽ പിന്നിലേക്ക് വളഞ്ഞു. നൊന്തോ സിദ്ധുവേട്ടാ? പിന്നിലേക്ക് വളഞ്ഞവൻ കൈവച്ചെടുത്ത് തന്റെ കൈ ചേർത്തവൾ ചോദിക്കുമ്പോൾ അത്രയും നേരമുണ്ടായിരുന്ന വേദന മാറി തന്റെ പ്രിയപ്പെട്ടവളുടെ സാമീപ്യം തീർത്ത മോഹവലയത്തിൽ പെട്ടുഴറുകയായിരുന്നു സിദ്ധു. ഏട്ടാ, എന്തു പറ്റി? ഒട്ടും വയ്യേ? ഞാൻ പോയി വിഷ്ണുവേട്ടനെയോ അപ്പച്ചിയോ വിളിക്കട്ടെ? വെപ്രാളത്തോടെ തന്റെ മുഖത്തു നോക്കി തുരുതുര ചോദ്യം ചോദിക്കുന്നവളുടെ കണ്ണിൽ നോക്കി മയങ്ങി നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. എന്താടി അവിടെ? നീ എന്താ അവിടെ കാണിക്കുന്നേ? തന്റെ അനിയന്റെ പിന്നിൽ കൈതൊട്ട് നിൽക്കുന്നവളെ കണ്ടതും സ്മിത ഒരൊറ്റ അലർച്ചയായിരുന്നു. പെട്ടെന്ന് കേട്ട അവളുടെ ശബ്ദത്തിലാണ് സിദ്ധുവിന് പോലും സ്ഥലകാലബോധം വേണ്ടി വന്നത്. നോക്കുമ്പോൾ ദേഷ്യപ്പെട്ട് മുന്നിൽ ചേച്ചി, ഭയപ്പെട്ട് പതറി തന്റെ പെണ്ണും, ഒപ്പം ചേച്ചിയുടെ ഒച്ച കേട്ട് വന്ന ബാക്കിയുള്ളവരും. ആ നേരം വരെ തളത്തിൽ താനും അവളും മാത്രമായി ഇരുന്നിടത്ത് ഒറ്റ നിമിഷം കൊണ്ട് ഇത്രയും പേര് വന്നു ചേർന്നത് താൻ അറിഞ്ഞില്ലല്ലോ എന്ന ചിന്തയിൽ അവൻ ചേച്ചിയെ നോക്കി. ചോദിച്ചത് കേട്ടില്ലേ? നീ എന്റെ അനിയനോട് ഒട്ടി നിന്ന് എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. കണ്ണുകൾ നിറയെ ദേഷ്യം ആളെ കത്തിച്ചുകൊണ്ട് പറയുന്നവളുടെ നോട്ടത്തിൽ ആമ്പലു ഭയന്നു പോയിരുന്നു. എന്താ സ്മിതേ? എന്താടി, എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? സഹദേവൻ മാമന്റെയും സുമവല്യമ്മയുടെയും സ്മിതയോടുള്ള ചോദ്യം കേട്ട് ആമ്പലു അവരെ മാറി മാറി നോക്കി. കണ്ണുകൾ ഒരു രക്ഷയ്ക്കെന്ന പോലെ തന്റെ അച്ഛനെയും അമ്മയും തിരിഞ്ഞു. സ്മിത നിന്നോടാണ് ചോദിച്ചത്. ഈ സമയം സിദ്ധുവും തന്റെ ചേച്ചിയെ നോക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ ഇവള് ഇവനെ തടവിക്കൊണ്ട് നിൽക്കുന്നു, അതെന്താണെന്ന് ചോദിച്ചതാ. വല്ലാത്തൊരു ഭാവത്തോടെ തങ്ങളെ നോക്കി പറയുന്നവളെ കേൾക്കുമ്പോഴാണ് സിദ്ധുവിന് ശരിക്കും ഇവള് ദേഷ്യപ്പെട്ടത് എന്തിനാണെന്ന് പോലും മനസ്സിലാവുന്നത്. ഒരു പ്രത്യേക ഭാവത്തിലുള്ള സ്മിതയുടെ സംസാരം കേട്ടതും ചുറ്റും നിന്ന് എല്ലാവരും പകച്ചുപോയി. എന്തിന്? സിദ്ധു പോലും ഞെട്ടിപ്പോയി. അപ്പൊ പിന്നെ ആമ്പലിന്റെ അവസ്ഥ പറയണോ? നീ എന്താടി ചേച്ചി വെളിവില്ലാതെ ഓരോന്ന് പറയുന്നത്? അതിന് ഞാൻ എന്ത് വെളിവില്ലാതെ പറഞ്ഞതാ? ഞാൻ വന്നപ്പോൾ കണ്ട കാര്യമല്ലേ ചോദിച്ചുള്ളൂ. താൻ പറഞ്ഞതിൽ പൂർണ്ണമായും ഉറച്ചു നിന്നുകൊണ്ട് സ്മിത ചോദിച്ചതും സിദ്ധു ദേഷ്യത്തോടെ അവളെ നോക്കി. ചുറ്റും നിൽക്കുന്നവരുടെ എല്ലാം നോട്ടം തങ്ങളിലാണെന്ന് കണ്ടതും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെ പ്രശ്നമാക്കിയ ചേച്ചിയെ അവന് കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത്. എന്താ മോളെ, എന്താ പ്രശ്നം? അതുവരെ അവിടെ ഇല്ലാതിരുന്ന മഞ്ജു ഓടിക്കൊണ്ട് കരയുന്ന മകളുടെ അടുത്തെത്തി. എന്താ സ്മിതേ, നീ എന്തിനാ കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടത്? അതിപ്പോ ഞാൻ ദേഷ്യപ്പെട്ടതല്ല, കാര്യം ചോദിച്ചതാണ്. അപ്പോഴേക്കും മാമിയുടെ മോള് പൂങ്കണ്ണീരൊഴുക്കി തുടങ്ങിയതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ആമ്പലിനെ നോക്കി മുഖം വെട്ടിച്ചുകൊണ്ട് സ്മിത മഞ്ജുവിനോട് പറഞ്ഞതും അവർക്കത് വല്ലാതെയായി. സ്മിതയ്ക്ക് പണ്ടേ ആമ്പലിനോടും അഞ്ജുവിനോടും ചെറുതല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. കൂടുതലും അഞ്ജുവിനോട്. വയസ്സിന് അവര് തമ്മിൽ 8-9 മാസം ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിലും രണ്ടുപേരെയും ഒരുപോലെയാണ് സ്കൂളിൽ ചേർത്തത്. അഞ്ജു പഠിക്കാൻ ഭയങ്കര മിടുക്കിയായിരുന്നു. സ്മിതയാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡന്റും. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ കുടുംബത്ത് രണ്ടുപേരും ഒരുപോലെ വന്നു ചേരുന്നോ അപ്പോഴൊക്കെ പഠിത്തത്തെപ്പറ്റി ഒരു താരതമ്യം അറിയാതെ തന്നെ ഉയർന്നു വരും. പഠിത്തത്തിലും കലയിലും എല്ലാം ഒരുപോലെ ശോഭിച്ചു നിൽക്കുന്ന അഞ്ജുവിനെ എല്ലാരും പുകഴ്ത്തുമ്പോൾ മനഃപൂർവ്വമല്ലെങ്കിൽ പോലും സ്മിത അവിടെയെല്ലാം തഴയപ്പെടുകയായിരുന്നു. പൊതുവെ അസൂയയും കുശുമ്പും അലങ്കാരമായി കൊണ്ടു നടന്നവൾക്ക് ഈ ഒരൊറ്റ കാരണം കൊണ്ട് അഞ്ജു ആജന്മ ശത്രുവായി. അവളോടുള്ള വൈരാഗ്യം ആമ്പലിനോട് സ്മിത തീർത്തു പോകുന്നു. അഞ്ജുവിനോടുള്ള അവളുടെ വിരോധം കുട്ടിക്കളിയായി എല്ലാവരും തള്ളിക്കളഞ്ഞെങ്കിൽ അത് പൂർണ്ണമായ ശത്രുതയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അവളുടെ അച്ഛനും അമ്മയും സഹോദരനും മാത്രമായിരുന്നു. അവരത് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കുകയും ചെയ്തു. അഞ്ജു ഇപ്പോൾ ദൂരെ ആയതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ കാണാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഒന്നും രണ്ടും പറഞ്ഞ് ആമ്പലുവിനെ കരയിപ്പിക്കുന്ന സ്മിതയുടെ ഒരു സന്തോഷമാണ്. ഇതിപ്പം സ്വന്തം ആങ്ങളയുടെ പ്രകടനം കൂടി ആയപ്പോൾ അവർക്കതിന് കാരണവുമായി.
ഒന്ന് നിർത്തുന്നുണ്ടോ ചേച്ചി? നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട. അല്ലെങ്കിൽ തന്നെ എന്തറിഞ്ഞിട്ടാ നീ നിന്ന് തുള്ളുന്നത്? സഹിക്കാൻ വയ്യാതെ സിന്ധു സ്മിതയുടെ നേരെ തിളച്ചു. ഞാൻ എന്ത് തുള്ളി? കണ്ണി കണ്ട കാര്യമല്ലേ പറഞ്ഞുള്ളൂ. കാര്യം പറഞ്ഞിടത്തോളം മതി. ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം എല്ലാവരോടും. അവൻ മറ്റുള്ളവർക്ക് നേരെ തിരിഞ്ഞു. ഞാനും വിനോദും ഇവളും കൂടി ഇവിടെ ഇരിക്കുകയായിരുന്നു. ഒന്നും രണ്ടും പറഞ്ഞ് ഞാനും വിനോദും അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ചു. അലവലാതി ജയിക്കാൻ വേണ്ടി എന്റെ നട്ടപ്പുറത്ത് 2 അടി അടിച്ചിട്ട് ഇവിടെ നിന്നും ഓടിയതി. കിട്ടിയത് നല്ല കലക്കനടി ആയതുകൊണ്ട് ഞാൻ അറിയാതെ നടു പിടിച്ച് കൂവിപ്പോയി. കൊച്ചു കരുതി എന്റെ നടുവിന് എന്തോ പറ്റിയെന്ന്. അതിന്റെ വെപ്രാളത്തിൽ അവൾ എന്റെ പുറത്ത് നോക്കിക്കൊണ്ട് നിന്നപ്പോഴാ ഈ ചേച്ചി കയറി വരുന്നത്. വന്നതും അലയ്ക്കാൻ തുടങ്ങി. ബാക്കിയൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. സ്മിതയെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യത്തോടെ സിദ്ധു പറഞ്ഞതും ചുറ്റും കൂടി നിന്ന് എല്ലാവരും സ്മിതയെ ദേഷ്യത്തിൽ നോക്കി. ചുമ്മാതാ, ഇവനെന്തോ ഇട്ടുമറയ്ക്കാൻ നോക്കുക. അവൾ തന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി പറഞ്ഞു തുടങ്ങിയതും കുളിക്കാൻ പോയവൻ തിരിച്ചെത്തി. എന്താടാ ഇവിടെ? ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കുന്നവനോട് സിദ്ധു ദേഷ്യത്തോടെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. ആ, അതാ സത്യം. ഞാനാ തല്ലിയിട്ടോടിയത്. ഇവന്റെ നടുവിൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്നതും ഇവള് കാര്യം തിരക്കുന്നതുമെല്ലാം കണ്ടുകൊണ്ട് തന്നെയാ ഞാൻ കുളിക്കാൻ കയറിയത്. അതിനിപ്പോ എന്തോ വേണമെന്നാ? വിനോദ് ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും നോക്കി. അല്ലെങ്കിൽ തന്നെ ആമ്പലും അവന്റെ നടു തടവിക്കൊടുത്തെന്നും പറഞ്ഞ് ഇവിടിപ്പോ എന്ത് സംഭവിക്കാനാ? ഇന്നലെ നിന്റെ കാലുമെടുത്തു എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവേട്ടനല്ലേ നിന്റെ കാല് പിടിച്ചിട്ടത്? അപ്പൊ സംഭവിക്കാത്ത എന്താ ഇപ്പൊ സംഭവിച്ചത്? പോരുകോഴി പോലെ ഉള്ള വിനോദിന്റെ സംസാരത്തിൽ സ്മിതയ്ക്ക് മിണ്ടാട്ടം മുട്ടി. രണ്ടുപേരുടെയും നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ആമ്പലൂനെ ഒന്ന് മോശക്കാരിയാക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയതിപ്പോൾ അവസാനം താൻ തെറ്റുകാരിയായി മാറ്റപ്പെട്ടു എന്ന് സ്മിതയ്ക്ക് മനസ്സിലായി. പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സില്ലാതെ സ്മിത പിന്നെയും തർക്കിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരുടെയും തർക്കങ്ങൾക്കൊടുവിലാണ് വിജയനും അശോകനും അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടതും എല്ലാവരും പെട്ടെന്ന് സംസാരം നിർത്തി. എന്താ ഇവിടെ? എല്ലാരും ഉണ്ടല്ലോ. അത് പിന്നെ ഞങ്ങളൊക്കെ ചുമ്മാ. വിജയന് മറുപടിയായി കൊടുത്തത് സവിതയായിരുന്നു. ഒപ്പം തന്നെ കണ്ണുകൊണ്ട് മറ്റെല്ലാവരോടും ഇതൊന്നും പറയണ്ടെന്ന് കണ്ണു കാണിക്കാനും അവർ മറന്നില്ല. വല്ലപ്പോഴും മാത്രം കണ്ടുമുട്ടുന്നവർ തമ്മിൽ മുഷിഞ്ഞൊരു സംസാരം വേണ്ട എന്ന് കരുതി ആരും അതിനെ വലിച്ചു പുറത്തിട്ടതുമില്ല. നേരം ഒരുപാടായി, നമുക്ക് ആഹാരം കഴിക്കാം. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. സങ്കടത്തോടെ മുഖം കുനിച്ചു നിൽക്കുന്നവളെ അടുത്തുപോയെന്ന് ആശ്വസിപ്പിക്കാൻ കഴിയാതെ സിദ്ധുവിന്റെ ഉള്ളം തേങ്ങിയപ്പോൾ അവനെ ഒന്ന് കടുപ്പിച്ചു നോക്കിയാണ് വിനോദ് ആമ്പലുവിനെ വിദ്യയുടെ മുറിയിലേക്ക് ആക്കിയത്. കണ്ടല്ലോ നിന്റെ പെങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന്. ഒന്നുമില്ലാഞ്ഞിട്ടിങ്ങനെ. അപ്പൊ പിന്നെ എന്തെങ്കിലും ആയാലോ? അതുകൊണ്ട് നീ ഇനിയും 1000 വട്ടം കൂടി ചിന്തിക്കണം സിദ്ധു. ഒപ്പം ഞാനും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നു പുറത്തു കണ്ട നാടകത്തിന്റെ ഉദ്ദേശം? അത്താഴം കഴിഞ്ഞ് എല്ലാവരും പല വഴിക്കായതും പെങ്ങളെയും കൂട്ടി മുറിയിലേക്ക് കയറി കുറ്റിയിട്ടതാണ് സിദ്ധു. എന്തുദ്ദേശം? നിനക്കെന്താടാ? കൈത്തൊടയിൽ പിടിമുറുക്കിയത് തട്ടിയെറിഞ്ഞുകൊണ്ട് സ്മിത അവനെ നോക്കാതെ കട്ടിലിൽ പോയിരുന്നു. അതെ, നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നൊരു ചിന്ത നിനക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കുക. ബാക്കിയുള്ളവരും കഴിക്കുന്നത് അരിയാഹാരമാണ്. ചേ, ചീ. കുറച്ചു മുന്നേ തന്നെ നോക്കി കണ്ണും നിറച്ചു നിൽക്കുന്നവളുടെ മുഖം ഓർത്തെടുക്കവേ സിദ്ധുവിന്റെ മുഖം വല്ലാതെ മുറുകി. നീ എന്ത് വേണമെങ്കിലും കഴിക്ക്. അതും ഞാനും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ നേരെ ചൊവ്വേ ചേച്ചി കാര്യം പറയില്ല. ശരി, വേണ്ട. ഞാൻ പോയി ഉണ്ണിയേട്ടനെ വിളിച്ചുകൊണ്ടുവരാം. ആളറിയാത്ത ഒന്നും ചേച്ചിയുടെ ലൈഫിൽ ഇല്ലല്ലോ. നീ എന്തുവാ ഉണ്ണിയേട്ടന്റെ പേരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കുക? ഒരു വെപ്രാളം അവളുടെ കണ്ണിലൂടെ പാഞ്ഞു പോയെങ്കിലും അത് പുറത്തു കാണിക്കാതെ സ്മിത ഗർവോടെ അവന്റെ മുഖത്ത് നോക്കി. ആ സമയത്താണ് മുറിയുടെ വാതിൽ ആരോ കൊട്ടുന്ന പോലെ തോന്നിയത്. ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിലും സ്മിത സിദ്ധു എന്നുള്ള വിളി കേട്ടതും അമ്മയാണെന്ന് മനസ്സിലാക്കി അവൻ പോയി മുറി തുറന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി മുറിയും അടച്ചിട്ടിരിക്കുന്ന എന്തിനാ? എന്താടാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം എനിക്കല്ല, അമ്മയുടെ മോൾക്കാണ്. അതും നല്ല പെട കിട്ടാത്തതിന്റെ. പിന്നെ നീ കുറെ തല്ലും. ഞാൻ നിനക്ക് ഇളയതല്ല, മൂത്തതാണ്. ആ ഒരു ബഹുമാനം തന്നുകൊണ്ട് നീ എന്നോട് സംസാരിച്ചാൽ മതി. അമ്മേ, ഈ ചെറുക്കന്റെ പോക്ക് ശരിയല്ല കേട്ടോ. എന്റെ പോക്ക് ശരിയോ തെറ്റോ അത് നീ അറിയേണ്ട കാര്യമില്ല. പിന്നെ ബഹുമാനം, അത് അർഹിക്കുന്നവർക്ക് ഞാൻ ആവോളം കൊടുക്കുന്നുണ്ട്. എന്തുവാ സിദ്ധു ഇതൊക്കെ? നിന്റെ ഒരേ ഒരു പെങ്ങളാണിത്. സംസാരിക്കുമ്പോൾ അതുകൂടി ഓർത്തു വേണം നീ സംസാരിക്കാൻ. സ്മിത അവന്റെ കയ്യിൽ ദേഷ്യത്തോടെ ഒരു അടിയടിച്ചുകൊണ്ടാണ് സംസാരിച്ചു നിർത്തിയത്. അപ്പോ ഇവള് വായിൽ തോന്നിവാസം ആമ്പലുവിനെ പറ്റി പറഞ്ഞത് അമ്മ കേട്ടില്ലേ? അപ്പോൾ അവളെപ്പറ്റി സംസാരിച്ചപ്പോൾ ഈ ശരിയുമൊത്തും തെറ്റുമൊന്നും അമ്മയുടെ മോളിന്റെ മനസ്സിലില്ലായിരുന്നോ? തിരിഞ്ഞു നിന്നുള്ള സിദ്ധുവിന്റെ ചോദ്യത്തിൽ അവർ പതറി. എടാ, അത് പിന്നെ അവൾക്കൊരു തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണ?
എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ അമ്മേ. അവൾക്ക് അങ്ങനെ വല്ല തെറ്റിദ്ധാരണയും ഉണ്ടായെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആങ്ങളയായ എന്നോട് തീർത്തിട്ട് വേണമായിരുന്നു ആ പാവത്തിനോട് തട്ടിക്കയറാൻ. അതല്ലാതെ ആവശ്യമില്ലാത്ത ഓരോ ചിന്തയും വെച്ച് അതിനെ വഴക്കു പറയുകയായിരുന്നില്ല വേണ്ടത്. എടാ, ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് അബദ്ധം പറ്റിയതാണെന്ന്. നീ ആ വിഷയം അങ്ങ് കള. സ്മിത പിന്നെയും അപരാധി പോലെ സിദ്ധുവിന്റെ ദേഷ്യം അടക്കി മുന്നിൽ നിൽക്കുന്നവളെ ഒന്ന് നോക്കി. പണ്ടേ ഇവൾക്ക് അവളോടും അഞ്ജുവിനോടുമുള്ള ദേഷ്യം ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്കറിയാം. അത് എത്രയും പെട്ടെന്ന് എടുത്തു കളഞ്ഞോളാൻ പറ. അതല്ല, ഇനിയും അതൊക്കെ മനസ്സിൽ വെച്ച് ആ പെങ്കൊച്ചിനെ കരയിപ്പിക്കാനാണ് അമ്മയുടെ മോളുടെ ഉദ്ദേശമെങ്കിൽ നീ എന്തു ചെയ്യുമെടാ? പോരുകോഴിയെ പോലെ സ്മിത സിദ്ധുവിന് മുന്നിലേക്ക് വന്നതും അവളെ തല്ലാനെന്ന പോലെ സിദ്ധുവും അവളിലേക്ക് ആഞ്ഞടിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടെണ്ണവും? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കാരണം ആവശ്യമില്ലാത്ത മുറുമുറുക്കല് പുറത്തുണ്ട്. ഇനിയിപ്പം ഇവിടെ ഉണ്ടാകുന്ന ഒച്ച കേട്ടിട്ട് അത് കൂട്ടാൻ നിൽക്കണ്ട. ഞാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ നടന്ന ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത് അമ്മയുടെ പുന്നാര മോള. അതുകൊണ്ട് അമ്മയുടെ നല്ല മോളോട് പറഞ്ഞേരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ വന്നേക്കരുതെന്ന്. വന്നാ? പിന്നെയും കലിയടങ്ങാത്ത സ്മിത മുന്നിലേക്ക് വന്നതും അവളുടെ തോളിൽ ഒരടി കൊടുത്തുകൊണ്ടാണ് സിദ്ധു പുറത്തേക്ക് പിടിച്ചു നിർത്തിയത്. നീ പോയ സിദ്ധു, ഞാൻ പൊക്കോളാം. പക്ഷെ അമ്മ ഇവളെ നിലയ്ക്ക് നിർത്തിക്കോണം. പെങ്ങളെ നോക്കി പല്ലും കടിച്ചു പിടിച്ചുകൊണ്ട് സിദ്ധു പുറത്തേക്കിറങ്ങി. അതൊക്കെ ഞാൻ നിർത്തിക്കോളാം, നീ പോകാൻ നോക്ക്. പാതിചാരിയ വാതിൽ തുറന്നവർ സിദ്ധുവിനെ പുറത്തേക്ക് തള്ളി. ഒപ്പം ശരവേഗത്തിൽ മകൾക്കരികിലേക്ക് എത്തി. നിന്നോട് ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞതല്ലേ ഇവിടെ വന്നിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന്. നിനക്കെന്താടി മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പറയുന്നതിനൊപ്പം തന്നെ അവളുടെ കയ്യിലേക്ക് അടുത്ത അടിയും വീണ്ടിരുന്നു. ചുമ്മാ എന്നെ നോവിച്ചാൽ അമ്മയാണെന്ന് നോക്കില്ല കേട്ടോ. അവരുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് പെണ്ണ് ചിറഞ്ഞു. അമ്മ വിളിച്ചു പറഞ്ഞപ്പോഴേ വരണ്ടെന്ന് ഞാൻ കരുതിയതാ. അങ്ങനെയാണെങ്കിൽ ഇവനെയും അവിടെ പിടിച്ചു നിർത്താമല്ലോ എന്ന് കരുതി. പക്ഷെ സൂക്ഷം പോലെ ആ വിനോദിന്റെ ഫോൺ വന്നു. ഇവരെല്ലാം കൂടി വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തുടങ്ങിയ ഹാലിളക്കമല്ലേ ചെക്കന്. ഇതിനു മുന്നേയും ഞാൻ അമ്മയോട് ഒരുപാട് തവണ പറഞ്ഞതാ ഇവന് ആ പെണ്ണിനോട് എന്തോ ചായ്വുണ്ടെന്ന്. അന്ന് അമ്മയും അച്ഛനും എന്റെ ഭ്രാന്താണ്, കുശുമ്പാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഇപ്പൊ നേരിട്ട് കണ്ടല്ലോ. എന്റെ പൊന്ന് സ്മിതേ, നീ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞ് ഇനി ഉണ്ടാക്കാൻ നിൽക്കാൻ പോണ്ട. അതൊരു പാവം കൊച്ചായതുകൊണ്ട് ഇവൻ അവളെ വലിയ കാര്യമാ. വിനോദിനും വിഷ്ണുവിനും അങ്ങനെ തന്നെയല്ലേ? സ്മിത അവളെ സമാധാനിപ്പിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് കട്ടിലിന്റെ അരികിലേക്ക് വന്നിരുന്നു. ആ ബെസ്റ്റ്. എങ്കിൽ വിനോദിന്റെയും വിഷ്ണുവിന്റെയും ഇഷ്ടമല്ല അമ്മയുടെ മോന്റേത്. ആ ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. ആ അലവലാതിയൊന്നും എന്റെ ആങ്ങളുടെ പെണ്ണാണെന്ന് പറഞ്ഞ് നമ്മുടെ വീട് കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നല്ല സ്വത്തും മുതലുമുള്ള പെണ്ണു മതി അവന്. അത് പിന്നെ അല്ലേലും അങ്ങനെ തന്നെയല്ലേ? കാര്യം അവളെന്റെ ആങ്ങളയുടെ മോളാണ്, നല്ല കുട്ടിയാണ്, ഒക്കെ ശരിയാ. പക്ഷെ കിട്ടാപ്പോരും ഒന്നുമില്ലെന്ന് എനിക്കും അറിയാം, എന്റെ മോനും അറിയാം. അതുകൊണ്ട് നീ ചുമ്മാ ഓരോന്ന് ഊഹിച്ചു കൂട്ടണ്ട. മോളെ സമാധാനിപ്പിക്കുന്ന പോലെ സ്മിത പിന്നെയും പിന്നെയും പറഞ്ഞു. വാതിലും ചാരി പുറത്തേക്കിറങ്ങിയവൻ പെങ്ങൾ പറയുന്നതിന് അമ്മ എന്താണ് മറുപടി പറയുന്നതെന്ന് കേൾക്കാൻ നിന്നതാണ്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തന്റെ അമ്മയുടെ മറുപടി കേട്ടതും അവൻ ആകെ തളർന്നുപോയി. നിറഞ്ഞ കണ്ണു തുടച്ചുകൊണ്ടവൻ നോക്കുമ്പോൾ കാണുന്നത് ഇടനാഴിയിൽ അവനെയും കാത്തു നിൽക്കുന്ന വിഷ്ണുവിനെയും വിനോദിനെയുമാണ്. അമ്മേ, അമ്മേ. എന്താ യദു, എന്തിനാ കിടന്ന് നിലവിളിക്കുന്നേ? നിലവിളിച്ചതൊന്നുമില്ല. അമ്മയെ അശോകൻ ചേട്ടൻ വിളിച്ചോന്നറിയാൻ. അവൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് വിളിക്കുന്നത്? ലളിത ടീച്ചർ കണ്ണും തുറച്ചുകൊണ്ട് ചോദിച്ചു. എന്റെ പൊന്നമ്മേ, അവിടുത്തെ വല്യമ്മയ്ക്ക് വയ്യെന്നും പറഞ്ഞ് പോയതല്ലേ അവരൊക്കെ. അതെന്താന്നറിയാൻ, അമ്മ വിളിച്ചോന്നറിയാനാണ് ഞാൻ ചോദിച്ചത്. ഇല്ലടാ, അങ്ങനെ നമുക്ക് വിളിച്ചു ചോദിക്കാൻ പറ്റുമോ? ചോദിക്കമ്മേ, നമ്മളൊരു കാര്യം അറിഞ്ഞിട്ട് വിളിച്ചു ചോദിച്ചില്ലെന്ന്. ഛേ, അത് അമ്മയ്ക്ക് മോശമല്ലേ? എങ്ങും തൊടാതെയുള്ള അവന്റെ സംസാരം കേട്ടിട്ട് ടീച്ചർ ഒന്ന് ആലോചിച്ചു. പിന്നെ ഫോൺ തപ്പിയെടുത്ത് അശോകന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഇല്ലിക്കുളത്തിൽ വന്നിരിപ്പ് തുടങ്ങിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പോഴും 3 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടിയിട്ടില്ല. അവസാനം ഈ മൗനം അസഹനീയമായി തോന്നി തുടങ്ങി. എന്തെങ്കിലും മിണ്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവൻ വന്നപ്പോൾ കുനിഞ്ഞിരുന്ന ഇരിപ്പാണ്. ഈ നിമിഷം വരെ അവൻ തല ഉയർത്തിയിട്ടില്ല. ഇറങ്ങുന്ന പടികളിൽ ഏറ്റവും മുകളിലാണ് വിഷ്ണു ഇരിക്കുന്നത്. അവിടുന്ന് 3-4 പടി താഴെ വിനോദും, അതിനും താഴെ സിദ്ധുവും. അമ്മയുടെയും പെങ്ങളുടെയും സംസാരം മുഴുവൻ കേട്ടിറങ്ങിയവൻ മുന്നിൽ നിൽക്കുന്ന വിഷ്ണുവിനെയും വിനോദിനെയും കണ്ട് പതറിയിരുന്നു. അവിടെ വെച്ചൊരു സംസാരം ആഗ്രഹിക്കാത്തോണ്ട് വിഷ്ണു കൂട്ടിക്കൊണ്ടു വന്നതാണ് ഇവിടെ. എന്തെങ്കിലും ഒരു വാക്ക് അവിടെ വെച്ച് സംസാരിച്ചാൽ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംസാരം ഉണ്ടാക്കിയ ദേഷ്യം അറിയാതെയാണെങ്കിലും പുറത്തു വരും.
ഇതുവരെ വൈകുന്നേരം നടന്നുവെന്നും അറിയാത്ത ചെറിയച്ഛനെ അങ്ങോട്ട് പോയി കാര്യം അറിയിക്കുന്ന പോലെയാകും അത്. അല്ലെങ്കിൽ തന്നെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് ആളുടെ വരവ്. അവളെ വിഷമിപ്പിച്ചു എന്നറിഞ്ഞാൽ പിന്നെ ആ വരവ് എന്നേക്കുമായി നിർത്താൻ ചെറിയച്ഛന് വലിയ മടിയൊന്നുമില്ല. ബാഹ്യമായ പ്രകടനങ്ങളും ഒച്ചപ്പാടും ഒന്നുമില്ലെങ്കിലും ചെറിയച്ഛന്റെ മക്കൾ കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ. പെങ്ങള് പോലും. ആ ഓർമ്മയൊക്കെ ഉള്ളതുകൊണ്ടാണ് സവിതപ്പച്ചിയുടെയും സ്മിതയുടെയും സംസാരം കേട്ടിട്ടും ഒരു മറുപടി പോലും കൊടുക്കാതെ അവിടെ നിന്നും ഇറങ്ങി നടന്നത്. ഇതിപ്പോ നേരെ ഒരുപാടായി. ആർക്കും സംസാരിക്കാനൊന്നുമില്ലെങ്കിൽ രാത്രിയിൽ വന്നിരുന്ന് മഞ്ഞുകൊള്ളേണ്ട കാര്യമില്ലല്ലോ. കാവിക്കൈലിയിലെ പൊടിയും തട്ടിക്കൊണ്ട് അവൻ എഴുന്നേറ്റു. ഏറ്റവും താഴെ തല കുമ്പിട്ടിരിക്കുന്നവനെ നോക്കിക്കൊണ്ട് വിഷ്ണു നല്ല ഉറക്കെയാണ് സംസാരിച്ചതും. അങ്ങനെ അങ്ങ് പോകാതേട്ടാ. ചില കാര്യങ്ങളിൽ ഇന്നത്തോടെ തീരുമാനമാകണം. അതിന് ഇപ്പോൾ സംസാരിച്ചേ പറ്റൂ. വിഷ്ണുവിന്റെ സംസാരത്തിലുണ്ടായിരുന്ന അതേ ദേഷ്യമായിരുന്നു വിനോദിനും. അതിന് സംസാരിക്കണമെങ്കിൽ ആ വെള്ളത്തിൽ നോക്കിയിരിക്കുന്നവൻ എന്തെങ്കിലും പറയണ്ടേ? അവൻ ഇനി എന്തു പറഞ്ഞാലും നമ്മുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ലല്ലോ. അത്രയും ഗൗരവത്തോടെ വിനോദ് പറഞ്ഞതും ഞെട്ടിക്കൊണ്ട് സിദ്ധു തല ഉയർത്തി വിനോദിനെ നോക്കി. നിലാവെട്ടം മാത്രം ഉണ്ടായിട്ടും അവന്റെ കണ്ണിലെ പിടച്ചിലും സങ്കടം ഒരുപോലെ അവർ കണ്ടു. അത് ഇരുവരുടെയും ഹൃദയം ഉലച്ചെങ്കിലും അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ മാത്രമേ ആ രണ്ടുപേരും ആ നിമിഷം ശ്രദ്ധിച്ചുള്ളൂ. ഇത്രയും നേരം കാണാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വീട്ടിൽ നിന്നും വിളി വരുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതിലേക്ക് നോക്കി വിനോദ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. നിങ്ങൾ രണ്ടുപേരും പോവുകയാണോ? ഞാൻ പറയുന്നത് കേൾക്കണ്ടേ? വേണ്ട സിദ്ധു. ചില കാര്യങ്ങൾ പുണ്ണുപോലെയാണ്. എത്ര കണ്ടില്ലെന്ന് നടിച്ചാലും ഓരോ തവണ തൊടുമ്പോഴും അത് വേദനിക്കും. വിഷ്ണുവേട്ടാ, അവളെ ഞാൻ വേദനിപ്പിക്കില്ല, സത്യം. സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറാൻ തുടങ്ങിയവർ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അവൾ വേദനിക്കണമെങ്കിൽ നിന്നിൽ നിന്ന് തന്നെ വേണമെന്നില്ലല്ലോടാ. വിനോദ് നിന്റെ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവനോട് പറഞ്ഞതാണ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന്. പക്ഷെ ഇവനെന്തോ നിന്റെ പേരിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഞാനായിട്ട് ഒന്നും പറയരുതെന്ന് ഇവൻ കയറി വാക്കു വാങ്ങുകയും ചെയ്തു. അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ ഇന്ന് വരെ നിന്നോടൊന്നും ചോദിക്കാതിരുന്നത്. പക്ഷെ ഇന്ന് നിന്റെ പെങ്ങൾ കാണിച്ച ഷോയ്ക്കുണ്ടല്ലോ, ഇവനായതുകൊണ്ടാണ് കൈവെക്കാഞ്ഞത്. ഞാനായിരുന്നെങ്കിലുണ്ടല്ലോ, അവൾ കെട്ടിയതാണ്, അവൾക്കൊരു ഭർത്താവുണ്ട് എന്നൊക്കെ അങ്ങ് മറന്നേനെ. പറയുമ്പോൾ വിഷ്ണു പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് തന്റെ ദേഷ്യം അടക്കാൻ പാടുപെടുകയായിരുന്നു. എനിക്കറിയാം വിഷ്ണുവേട്ടാ, ആദ്യമൊക്കെ എന്തെങ്കിലും പ്രശ്നം വരും. പക്ഷെ പോകെ പോകെ അവർക്ക് അവളെ എന്റെ പെണ്ണായിട്ട് അംഗീകരിച്ചല്ലേ പറ്റൂ. ആശ്വാസം പോലെ സിദ്ധു രണ്ടുപേരെയും നോക്കി. ബെസ്റ്റ്. അപ്പോൾ നിനക്കറിയാം നിന്റെ അമ്മയും പെങ്ങളും ആ പെണ്ണിനെ കഷ്ടപ്പെടുത്തുമെന്ന്. നിന്റെ ഇഷ്ടവും ആഗ്രഹവും സാധിക്കാൻ വേണ്ടി അവൾ അപ്പോ കഷ്ടപ്പെട്ടോട്ടെന്ന്. നീ കൊള്ളാമല്ലോ സിദ്ധു. അല്ല, നിന്റെ ഈ ആദ്യമൊക്കെ എന്ന് പറയുന്നത് എത്ര നാളാണ്? 1 മാസമോ 2 മാസമോ 1 വർഷമോ 5 വർഷമോ? എത്രയാടാ? എഴുന്നേറ്റ് അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് വിനോദ് അലറിയപ്പോൾ മറുപടി എന്തു പറയണമെന്നറിയാതെ സിദ്ധു കണ്ണുകൾ താഴ്ത്തി. വിട് വിനോദേ, ഇതെന്തൊക്കെയാ നീ കാണിക്കുന്നേ? അല്ല ഏട്ടാ, ഇവൻ പറയുന്നത് കേട്ടോ. സിദ്ധു, പറയുന്നത് കൊണ്ട് നിനക്ക് ഒന്നും തോന്നരുത്. കാരണം നീയും ഞങ്ങളുടെയാണ്, അവളും ഞങ്ങളുടെയാണ്. അതുകൊണ്ട് പറയുക, ഈ ബന്ധം ഇവിടെ ഇപ്പോൾ നിർത്തിക്കോ. നിന്റെ അമ്മയുടെയും പെങ്ങളെയും പോലുള്ളവരെ സഹിക്കാനും അവരോട് ഡീല് ചെയ്യാനും പറ്റുന്ന ഒരു കൊച്ചല്ല ആമ്പലു. അറിയാലോ നിനക്ക് അവൾ എത്ര പാവമാണെന്ന്. ഒരാളൊന്ന് നേരെ നോക്കിയാൽ പോലും ആ കുട്ടിക്കരയും. ഇന്നത്തെ കാലത്ത് 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കുള്ള എന്തെങ്കിലും ധൈര്യമോ കാര്യമോ നീ അവളിൽ കണ്ടിട്ടുണ്ടോ? എന്തിനേറെ അവളുടെ ചേച്ചി അഞ്ജുവിനുള്ള ചൊടിയോ ചുണയോ ആ പെണ്ണിനുണ്ടോ? അവളെ അറിയുന്ന എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ആ പെണ്ണ് കുറച്ചുകൂടി ഒരു ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ എന്ന്. എന്തിന്, അവളുടെ അമ്മ പോലും നാഴികയ്ക്ക് 40 വെട്ടവും പറയുന്നത് കേൾക്കാം. അതെല്ലാം കേട്ട് തല കുനിച്ച് കരഞ്ഞോ വിമ്മിയോ ഇരിക്കുന്നവളെ അല്ലാതെ തിരിച്ച് ആ പെണ്ണ് ഒരു മറുപടി കൊടുക്കുന്ന നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? കാണില്ല. കാരണം അവൾ അങ്ങനെയല്ല. ഈ ലോകത്ത് പലജാതി മനുഷ്യരില്ലേ സിദ്ധു, ഇവളും അതിലൊന്നാ. അതുകൊണ്ടൊക്കെയാ പറയുന്നത്, അവളെ വെറുതെ ഇതിലേക്കൊന്നും വലിച്ചിടരുത്. കൊച്ചുകുട്ടിയാണ്, നിന്നെ വലിയ കാര്യവും. ഒരു മുറച്ചറക്കൻ എന്നുള്ള രീതിയിൽ നീ അവളോട് പോയി കാര്യം പറഞ്ഞാൽ പാവം എതിർത്തൊന്നും പറയാൻ വഴിയില്ല. ചിലപ്പോൾ കാലങ്ങളെടുത്ത് അവൾ നിന്നെ ഇഷ്ടപ്പെട്ടെന്നും വരാം. അത് കേട്ടതും സിദ്ധുവിന്റെ മുഖം വിടർന്നു. പക്ഷെ വേണ്ട, അങ്ങനെയൊന്നും നീ ആഗ്രഹിക്കാൻ കൂടി പാടില്ല. കാരണം ആദ്യമേ കിട്ടുന്ന സന്തോഷം നിന്റെ വീട്ടിൽ വന്ന് കയറിയാൽ അവൾക്ക് കിട്ടില്ല. ഇന്ന് പൊന്നെ പൊടിയെ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നിന്റെ അമ്മ പോലും ആ പെണ്ണിനെ കരയിക്കും. വെറുതെ എന്തിനടാ അതുപോലെ ഒരു സാധുവിനെ കരയിക്കുന്നത്? അതുകൊണ്ട് നിനക്ക് അവളോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാൻ പോകുന്നത് ഒട്ടും സന്തോഷകരമായ കാര്യമല്ല എന്നറിഞ്ഞിട്ടും സിദ്ധു വെറുതെ നോക്കി. അവളെ വെറുതെ വിടടാ.
പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. നിന്റെ പെങ്ങൾക്ക് ഇത്രയും നല്ലൊരു നാത്തൂനെ കിട്ടാനുള്ള യോഗ്യതയില്ല. അതുപോലെ നിന്റെ അമ്മയ്ക്ക് ഇത്രയും നല്ലൊരു മരുമോളെയും. നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇങ്ങനൊക്കെ പറയേണ്ടി വന്നതിൽ സങ്കടവും. പക്ഷെ എന്റെ ആമ്പലുന്റെ ആങ്ങള എന്ന നിലയിൽ ഞാൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞേ പറ്റൂ. നിന്നെപ്പോലൊരാളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നീ നിന്റെ പ്രണയം ഉപേക്ഷിച്ചേക്കണം. ഇനി ഈ ഒരു ചിന്ത മനസ്സിലിട്ട് നീ ഞങ്ങളുടെ കൊച്ചിന്റെ അടുത്തേക്ക് കാണരുത്. ആവശ്യമില്ലാത്ത ഓരോന്നും പറഞ്ഞ് നിന്റെ പെങ്ങളും. ഒരു താക്കീത് കൊടുക്കുന്ന പോലെ അത്രയും പറഞ്ഞ് വിഷ്ണു കേറിപ്പോയി. പിന്നാലെ വിനോദും. കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയം ഒറ്റ നിമിഷം കൊണ്ട് പളുങ്കുപാത്രം പോലെ ചിന്നിച്ചിതറും പോലെ സിദ്ധുവിനുള്ളിൽ 1000 മുറിവുകൾ ഏൽപ്പിച്ചത് തകർന്നു വീണു. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം കമൻറ്റ് തരാനും മറക്കല്ലേ. നന്ദി.